ഹായ് എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ വേർഡ് ഫയലിനെ എങ്ങനെയാണ് ഒരു PDF ഫയലായിട്ട് സേവ് ചെയ്യുക എന്നുള്ള കേസ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമാണ് വേർഡ് ഫയൽ എന്താണ്, PDF ഫയൽ തമ്മിലുള്ള വ്യത്യാസം ഞാൻ ആദ്യം പറഞ്ഞുതരാം. വേർഡ് ഫയൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിനെയാണ് വേർഡ് ഫയൽ എന്ന് പറയുന്നത്. അതിനെ പൊതുവേ നമ്മൾ .docx എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷനിലാണ് യൂസ് ചെയ്യുക. അതായത് എക്സ്റ്റൻഷൻ ഉദ്ദേശിക്കുന്നത് ഏത് ഫയൽ ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന കേസ്. ഇപ്പൊ നമുക്ക് ഐക്കൺ എന്ന രീതിയിൽ നമുക്ക് ഇവിടെ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും അത് വേർഡ് ഫയൽ ആണോ എക്സൽ ഫയൽ ആണോ എന്നുള്ള കേസ്. പണ്ട് പേരുകളിലൂടെ നമുക്ക് വരുന്ന കേസ് ആയതുകൊണ്ട് .docx അല്ലെങ്കിൽ .xlxx, PPTx, എക്സ് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് വന്ന കേസാണ്. .doc, അതേപോലെ തന്നെ .ppt എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ പിക്ചർ ഫയൽ എടുക്കുന്ന സമയത്ത് JPG ഫയൽ, PNG ഫയൽ എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ഫോർമാറ്റ് ആണ് PDF, അതായത് പിക്ചർ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നുള്ള കേസാണ്. അതായത് നമ്മൾ ഏത് ഫയലിനെയും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വേർഡ് ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് എക്സലിന്റെ ഒരു സിലബസ് സംതിങ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് ഫയൽ. ഈ വേർഡ് ഫയൽ ഞാൻ എൻ്റെ ഒരു അക്കാഡമിക് ഹെഡിന് ഞാൻ അയച്ചു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അവിടുന്ന് പ്രിന്റ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓഫീസിൽ ഇരുന്ന് പ്രിന്റ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ സാധനം കംപ്ലീറ്റ് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈൻ സ്പേസോ ബാക്കി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കും, ഈ വേർഡ് ഫയൽ അതേപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അതല്ലെങ്കിൽ എന്റെ കമ്പ്യൂട്ടറിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന അതേ വേർഷൻ ആയിരിക്കണം എന്നില്ല അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന വേർഷൻ, അല്ലെ, വേർഡിന്റെ. സോ അങ്ങനെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അദ്ദേഹം പഴയ വേർഷനാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ പുതിയ വേർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഞാൻ ഇതിന്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളും അവിടെ കിട്ടില്ല. ഓക്കെ, പല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവങ്ങളൊന്നും കിട്ടില്ല. അതാണല്ലോ വേർഷൻ തമ്മിൽ എന്ത് വ്യത്യാസം വരുന്നത്. പുതിയ വേർഷൻസ് വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാന്നുള്ള കേസാണല്ലോ വരിക. നമ്മളിപ്പോ ഫോൺ അപ്ഡേറ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോണിന്റെ അകത്തുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയി എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചുകൂടി കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തു എന്നുള്ളതിന്റെ കേസല്ലേ, കുറെ മാറ്റങ്ങൾ ഇതിനെ കൊണ്ടുവന്നുള്ള കേസ്. സെയിം അതേപോലെ തന്നെ വേർഡിന്റെ അകത്തും പുതിയ പുതിയ വേർഷൻസ് വരുമ്പോൾ നമ്മളിപ്പോൾ ഓഫീസ് 365 ആണ് യൂസ് ചെയ്യുന്നത്, അദ്ദേഹം ഓഫീസ് 2010 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോ ചെയ്തു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് കിട്ടില്ല. സോ അങ്ങനെ വരുന്ന കേസ് എനിക്ക് പ്രിന്റ് ചെയ്ത സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് പ്രിന്റ് എടുക്കുന്ന സമയത്ത് കുറെ മിസ്റ്റേക്സ് വരാം. അപ്പൊ വീണ്ടും അദ്ദേഹം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ വേർഷനിൽ ഇരുന്നുകൊണ്ട് കംപ്ലീറ്റ് ഇരുന്ന് അറേഞ്ച് ചെയ്യണം, വീണ്ടും ഇതേപോലെ ഉള്ള സംഭവമായിട്ട് അറേഞ്ച് ചെയ്യണം, അല്ലെ. അപ്പൊ വീണ്ടും രണ്ടാമത്തെ പണിയാണ്. ദാറ്റ് മീൻസ് അത് എക്സ്ട്രാ വർക്കാണ് നമുക്ക് വരുന്നത്. പൊതുവെ കുട്ടികൾക്ക് ഉണ്ടാകും സംഭവിക്കുന്ന കേസാണ്. കോളേജിലുള്ള പിള്ളേർ ഈ പറഞ്ഞ അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തും സംഭവിക്കുന്ന കേസാണ്. അവർ വേർഡ് ഫയൽ ആയിട്ട് ചെയ്യും. ആ വേർഡ് ഫയൽ ആയിട്ട് ചെയ്തിട്ട് നേരെ അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ DTP സെന്ററിലോ പോയിട്ട് പ്രിന്റ് എടുക്കുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഈ അലൈൻമെന്റും കാര്യങ്ങളും ഒക്കെ മൊത്തത്തിൽ മാറും. ഓക്കെ. അപ്പൊ അങ്ങനെ മാറുന്ന സമയത്ത് വീണ്ടും അവിടെ ഇരുന്നിട്ട് ആദ്യം ഇരുന്ന് മൊത്തം ഇരുന്ന് അറേഞ്ച് ചെയ്ത് വരണം. കുറെ മണിക്കൂറുകൾ വീണ്ടും നമുക്ക് അവിടെ ചെലവാകും, അല്ലെ. സോ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുന്ന കേസ്, ഒരു വേറൊരു സ്ഥലത്തേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതിന്റെ കേസ് ഉണ്ടെങ്കിൽ അതിന് ഒരു മെത്തഡാണ് നമുക്ക് PDF ഫോർമാറ്റ് ആക്കി സേവ് ചെയ്യാവുന്ന കേസാണ്. അപ്പൊ സേവ് ചെയ്യാം, ഒരു ഫയൽ സേവ് ചെയ്യുക എന്നുള്ള കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഇതിന്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കേസാണ് എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നുള്ളത്. സോ ഫയൽ എന്നുള്ള ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനനുസരിച്ച് ഫയൽ ടാബിന്റെ അകത്തുന്ന ഓപ്ഷൻസ് നമുക്ക് സ്ക്രീനിൽ നമ്മൾ കാണിക്കും. അപ്പൊ അതില് ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് നമുക്ക് അതിന്റെ മെനൂസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് സേവ് ആസ് എന്നുള്ള ഓപ്ഷൻസ് നമ്മൾ കാണിക്കാം. ഒപ്പം തന്നെ സേവ് ആസ് അഡോബ് PDF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. കാരണം എന്റെ കമ്പ്യൂട്ടറിന്റെ അകത്ത് അഡോബ് റീഡർ അല്ലെങ്കിൽ അഡോബിന്റെ PDF റീഡർ എന്നുള്ളതിന്റെ കേസ് ഒരു സോഫ്റ്റ്വെയർ കൂടി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എനിക്കത് ഇൻബിൾട്ട് ആയിട്ട്, അതായത് ഈ പറഞ്ഞ വേർഡ് ആയിട്ടും എക്സൽ ആയിട്ടും പവർ പോയിന്റ് ആയിട്ടും ബാക്കിയുള്ള സോഫ്റ്റ്വെയർസുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. അഡോബ് PDF കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ആ സംഭവം സേവ് ആസ് അഡോബ് PDF എന്നുള്ള കേസ് വരാം. ഇതിപ്പോ എല്ലാ കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് എടുത്ത് പറയാൻ കാരണം. സോ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവരുത്. സോ സേവ് ആസ് അഡോബ് PDF എന്നുള്ളതിന്റെ കേസ് എല്ലാ സിസ്റ്റത്തിലും ഉണ്ടാവണമെന്നില്ല. പക്ഷേ സേവും സേവ് ആസ് എന്നുള്ള രണ്ട് കമാൻഡ്സും നമുക്ക് നിർബന്ധമായി എല്ലാ വേർഡ് ഫയൽസിന്റെ അകത്തും ഉണ്ടാവും, വേർഡ് വേർഷൻസിന്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, വേർഡ് സോഫ്റ്റ്വെയറിന്റെ അകത്ത് ഉണ്ടാവും, നിർബന്ധമാണ്. സോ ഇതില് സേവ് എന്നുള്ള കാര്യം കഴിഞ്ഞാൽ പുതിയൊരു ഫയൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് സേവ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു. ഇതിപ്പോ ഓൾറെഡി സേവ്ഡ് ആയിട്ടുള്ള ഫയലിനെയാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്, അല്ലെ. സോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, സേവ് ആസ് എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തു. ആ ഒരു കമാൻഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്ക്രീനിൽ നമ്മൾ കാണിക്കുന്ന ഓപ്ഷൻസ് ആണ്. ഈ ഓപ്ഷൻസിൽ നമുക്ക് എവിടെയാണ് ഇത് കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ള കേസ് ഞാൻ ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. ഈ ഫോൾഡർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഫോൾഡറിലാണോ നമുക്ക് ഈ സാധനം സേവ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഫോൾഡർ നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഫയൽ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. ഫയൽ നെയിം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ചെയ്യാം. അതിന് വേണം സേവ് ആസ് എന്നുള്ള ഓപ്ഷനിലൂടെ നമ്മൾ പോകുന്നത്. സോ ഫയൽ നെയിം വേറെ എന്തെങ്കിലും ആണ് ചേഞ്ച് ചെയ്യണതെങ്കിൽ ടു സെൻഡ് എന്നോ എന്നുള്ളതിന്റെ കേസൊക്കെ ഞാൻ സംഭവം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സംഭവം ഈ പറഞ്ഞ പോലെ ഫയൽ നെയിം ഞാൻ ചേഞ്ച് ചെയ്തു. അതിനുശേഷം സേവ് ആസ് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് നമുക്ക് കിട്ടും. അപ്പൊ അതിൽ പൊതുവെ നമുക്ക് കാണാം വേർഡ് ഡോക്യുമെന്റ് ആണ് ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ്, സേവ് ചെയ്യാനുള്ള ടൈപ്പ്.
പക്ഷെ അത് കൂടാതെ തന്നെ മാക്രോ എനേബിൾ ഡോക്യുമെന്റ്, 97 2003 ഡോക്യുമെന്റ്, ടെംപ്ലേറ്റ്സ് ആയിട്ട് നമുക്ക് ബാക്കി വേർഡ് ടെംപ്ലേറ്റ് ആയിട്ട് വേർഡ് ടെംപ്ലേറ്റിന്റെ 2 കാറ്റഗറീസ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വരും. അതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന കേസാണ് PDF. നമ്മൾ നേരത്തെ പറഞ്ഞ പിക്ചർ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ കേസ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സേവ് ആസ് ടൈപ്പ് നമ്മൾ PDF ആക്കി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കേസ് ഇതാണ്. ഒപ്റ്റിമൈസ് ഫോർ എന്നുള്ള കേസ് സ്റ്റാൻഡേർഡും മിനിമം സൈസും എന്നുള്ള കേസാണ്. അപ്പോൾ ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫയലിന്റെ സൈസ് ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം സൈസിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൽ തന്നെ പോകാം, പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ള കേസാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഫയൽ ചെറിയൊരു ഫയൽ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ സേവ് ആയി. ഓട്ടോമാറ്റിക്കലി എനിക്കത് എന്താണ്, അഡോബ് റീഡർ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് അത് ഓപ്പൺ ആയി വന്നു. എന്നുവെച്ചാൽ ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓപ്പൺ റിസൾട്ട് കാണിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. സോ പ്രിവ്യൂവിനകത്തുള്ള കേസ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടുള്ളത്. അഡോബ് റീഡറിന്റെ അകത്ത് നമുക്ക് ഈ സാധനം വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡോബ് റീഡറോ അല്ലെങ്കിൽ അതിന്റെ അനുബന്ധമായിട്ടുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയർ യൂസ് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. PDF ഫയൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതെല്ലാം കാര്യം നടക്കുന്നുണ്ടാവും. പക്ഷേ ഈ സാധനം, ഈ ഫയലാണ് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വാട്സ്ആപ്പ് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ മെയിൽ ചെയ്ത് കൊടുത്തു, അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിൽ PDF ആയിട്ട് തന്നെ ഡൗൺലോഡ് ആയി കിടക്കുന്നു, നേരെ പ്രിന്റ് കൊടുക്കാം, പ്രോബ്ലം ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ഒരു മാറ്റങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് നേരെ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് സേവ് ആസ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വേർഡ് ഫയലിനെ മറ്റു ഏതെങ്കിലും ഒരു ഫോർമാറ്റ്, നോട്ട് ഓൺലി PDF നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, അതിന് പൊതുവെ നമുക്ക് യൂസേജ് വരുന്നതും PDF ആയതുകൊണ്ടാണ്. നോട്ട് ഓൺലി PDFനെ പോലെ മറ്റേതെങ്കിലും ഒരു വേർഷൻസിന്റെ അകത്ത്, സോറി, ഫയൽ ടൈപ്സിന്റെ അകത്ത് നമുക്ക് ചേഞ്ചസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.